ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇറാന്റെ മിസൈൽ ശേഖരത്തെയാണ്. എന്തൊക്കെയാണ് ഇറാന്റെ മിസൈൽ ശക്തി? ന്യൂസ് ഡെസ്കിൽ നിന്ന് BK സുഹേൽ വിശദീകരിക്കും. അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇറാന്റെ മിസൈൽ ശേഖരമാണ്. അത്രയും ശക്തിയുണ്ട് ആ മിസൈൽ ശേഖരത്തിന്. നമുക്കറിയാം, ഇപ്പോൾ ആയത്തുള്ള അലി ഖാംനായി ഇറാന്റെ ഏറ്റവും പരമോന്നതനായ നേതാവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം അടുത്ത ഒരു ടാർഗറ്റ് ഇറാനിലെ ഈ മിസൈൽ ശേഖരമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്താണ് ഇറാന്റെ മിസൈൽ ശേഖരത്തിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ് അവർ ഒരുക്കി വെച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ഗൾഫിലേക്കും അതേപോലെ തന്നെ ഇസ്രായേലിലേക്കും സൈപ്രസിലേക്കും വരെ ഇവർ അയക്കുന്ന ആയുധം, ഇറാന്റെ ആയുധ ശേഖരം, അതാണ് ഇറാന്റെ മിസൈൽ ശേഖരം. അതെന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം നമുക്കതിന്റെ വിശദാംശങ്ങൾ. 2000-ൽ വെറും 200 മിസൈലുകൾ മാത്രമായിരുന്നു ഇറാന്റെ കൈവശം ഉണ്ടായിരുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് അവർ അതിന്റെ എണ്ണം കൂട്ടുന്നതാണ് നമ്മൾ കണ്ടത്. 2026 ഇപ്പോൾ അത് 3000-ന്റെയും 5000-ന്റെയും ഇടയിൽ മിസൈലുകളുണ്ട് ഇറാന്റെ കയ്യിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയും വലിയ ഒരു ശേഖരം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വലിയ ഉപരോധം, അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും വലിയ ഉപരോധം ഇറാനുമേൽ ഉണ്ടാക്കുന്ന ഈ ഘട്ടത്തിൽ കൂടിയാണ് ആ ഉപരോധങ്ങളെയും ഭേദിച്ചുകൊണ്ട് അവർക്ക് ഈ മിസൈൽ ശേഖരം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇറാന്റെ ഏറ്റവും വലിയ ശക്തിയായി വിലയിരുത്തപ്പെടുന്നത്. അതിൽ തന്നെ ഏതൊക്കെയാണ് ആ മിസൈലുകൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ മിസൈൽ ഷഹാബ് 1 എന്നുള്ളതാണ്. ഇനി അതിന്റെ എത്ര ദൂരം അതിന് സഞ്ചരിക്കാൻ കഴിയും എന്ന് നോക്കുകയാണെങ്കിൽ 300 കിലോമീറ്റർ അപ്പുറത്തേക്ക് വരെ ശത്രുക്കളെ ആക്രമിക്കാൻ കഴിയുന്ന മിസൈലാണ് ഷഹാബ് 1 എന്ന് പറയുന്നത്. മറ്റൊന്ന് ഫത്തഹ് 110 ആണ്. ഫത്തഹ് 110-ന് 300 കിലോമീറ്റർ തന്നെയാണ് അതിന്റെ ഒരു സഞ്ചാരപഥം എന്ന് പറയുന്നത്, അതിന്റെ ഒരു വേഗത എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഷഹാബ് 2 ആണ്. ഷഹാബ് 2-ന് 500 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ശത്രുക്കളെ ആക്രമിക്കാൻ കഴിയും. ഒരുപക്ഷെ അടുത്തുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെയെല്ലാം ആക്രമിക്കാൻ ഷഹാബ് 2-ന് ഇറാന് സാധിക്കും. മറ്റൊന്ന് ദുൽഫുഖാർ എന്നുള്ള ഒരു മിസൈലാണ്. ദുൽഫുഖാറിന്റെ പ്രത്യേകത അതിന് 700 കിലോമീറ്ററിൽ സഞ്ചരിക്കാൻ സാധിക്കും, അവിടെ വരെ ആക്രമണം നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ദുൽഫുഖാർ. മറ്റൊന്ന് ഖിയാം 1 എന്നുള്ളതാണ്. 800 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് സഞ്ചരിക്കാനും ആക്രമണം നടത്താനും സാധിക്കുന്ന ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസൈലാണ് ഖിയാം 1 എന്ന് പറയുന്നത്. മറ്റൊന്ന് ഖദറാണ്. ഈ ഖദർ എന്ന ഈ മിസൈൽ വ്യാപിപ്പിച്ചതോടു കൂടിയാണ്, അത് കൂടുതൽ വികസിപ്പിച്ചെടുത്തതോടു കൂടിയാണ് ഇറാന്റെ ശേഷി, പ്രത്യേകിച്ചും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന് സാധിക്കും എന്ന് വന്നത്. പ്രത്യേകിച്ചും ഇസ്രായേലിനെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് പോകണമെങ്കിൽ 2000 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം എത്താൻ. അപ്പോൾ ഇസ്രായേലിനെ പ്രധാനമായി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇറാൻ വികസിപ്പിച്ചെടുത്ത ഒരു മിസൈലാണ് ഖദർ എന്ന് പറയുന്നത്. 2000 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കും. അടുത്തത് നോക്കാൻ നമുക്ക് സിജ്ജീലാണ്. അതിശക്തമായ ഇസ്രായേലിന്റെ മിസൈലാണ് സിജ്ജീൽ എന്ന് പറയുന്നത്. അതിനും 2000 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും. പക്ഷേ കുറച്ചുകൂടി വ്യക്തതയും വേഗതയും ഉണ്ട് എന്നുള്ളതാണ് ഈ സിജ്ജീലിന്റെ പ്രത്യേകത. ഇനി സൗമാർ എന്നുള്ളതാണ്. ഇത് ഏറ്റവും അത്യാധുനികമായി ഇറാൻ വികസിപ്പിച്ചെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂയിസ് മിസൈലാണ് സൗമാർ എന്ന് പറയുന്നത്. അതിന് 2500 കിലോമീറ്റർ അപ്പുറത്തേക്ക് ശത്രുക്കളെ ആക്രമിക്കാൻ കഴിയും. അപ്പോൾ ഘട്ടം ഘട്ടമായി 300 കിലോമീറ്റർ എന്നുള്ള പരിധിയിൽ നിന്നും ഇറാൻ വികസിപ്പിച്ച് എത്തിച്ചതാണ് 2000 കിലോമീറ്റർ. അതിന്റെയും അപ്പുറത്തേക്ക് എത്തിയതാണ് സൗമാർ എന്ന് പറയുന്ന ഈ പുതിയ ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത്. ഇനി ഈ മിസൈലുകളുടെ ഒരു പ്രത്യേകത, ഇറാന്റെ മിസൈലുകളുടെ ഒരു പ്രത്യേകത ഒന്ന് സോളിഡ് ഫ്യൂവൽ ഉണ്ട് എന്നുള്ളതാണ്. അതിവേഗം വിക്ഷേപിക്കാൻ സാധിക്കും. അതിന്റെ വേഗതയാണ് സോളിഡ് ഫ്യൂവലായി കഴിഞ്ഞാൽ അതിന് വളരെ വേഗം അങ്ങോട്ട് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് കൂടിയാണ് വളരെ വേഗത്തിൽ ഇറാനിലൊരു അറ്റാക്ക് ഉണ്ടായ ഉടനെ തന്നെ ആക്രമണം നടത്തുന്നു. 2000 കിലോമീറ്റർ അപ്പുറത്തേക്ക് അത് ചെന്നെത്തുന്നതെല്ലാം ഈ സോളിഡ് ഫ്യൂവൽ ഇതിൽ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. മറ്റൊന്ന് ഇതിന്റെ പ്രിസിഷനാണ്. വളരെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഇതിന്റെ കഴിവുകളാണ്, ഈ മിസൈലുകളുടെ കഴിവാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ആലോചിക്കുക, 2000 കിലോമീറ്റർ ഇപ്പുറത്തിരുന്നു കൊണ്ട് ആക്രമിക്കുകയാണ് ഇസ്രായേലിലേക്ക്. അപ്പോൾ ഇസ്രായേലിൽ ചെന്ന് പതിയേണ്ട എവിടെയാണ് എന്ന് കൃത്യമായി അവർക്കറിയുന്നു. അതേപോലെ തന്നെ ഇറാനിൽ ഇരുന്നു കൊണ്ട് ഖത്തറിലേക്കോ അല്ലെങ്കിൽ UAE-യിലേക്കോ സൗദിയിലേക്കോ എല്ലാം മിസൈലുകൾ അയക്കുന്ന സമയത്ത് അത് US ബേസുകളിൽ തന്നെ ചെന്ന് വീഴുന്നത് എങ്ങനെയാണ്? അൽ-ഉദൈദ് വ്യോമത്താവളത്തിന് നേരെ, ഖത്തറിലുള്ള US-ന്റെ താവളത്തിന് നേരെയാണ് ആദ്യമായി സമീപകാലത്ത് 2025 ജൂണിൽ ഒരു ആക്രമണം നടത്തുന്നത് ഇറാൻ. അന്ന് കൃത്യമായി തന്നെ അൽ-ഉദൈദിൽ ചെന്ന് എങ്ങനെയാണ് ഇത് വീഴുന്നത്, അതിന്റെ പ്രിസിഷൻ, അതാണ് ഈ മിസൈലുകളുടെ ഒരു പൊതുവായ ഒരു സ്വഭാവവും അതിന്റെ കൃത്യതയും എന്ന് പറയുന്നത്. മറ്റൊന്ന് ശത്രുവിന്റെ റഡാറുകളിൽ പെടാതെ താഴ്ന്ന് പറക്കാനുള്ള കഴിവ് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഇപ്പോൾ S-400 ആയിരുന്നാലും അതേപോലെ തന്നെ അയോൺ ഡോം ആയിരുന്നാലും
താഡ്, പാട്രിയറ്റ് പോലെയുള്ള സംവിധാനങ്ങളായിരുന്നാലും ഒക്കെ അതിനെല്ലാം ഒരു റഡാർ ഉണ്ടാവും. ആ റഡാറിൽ പതിയുമ്പോഴാണ് ആ മിസൈലുകളെ ആക്രമിക്കുന്നത് ഈ സംവിധാനങ്ങൾ മുഖേന. അതിന്റെയും കണ്ണിൽപ്പെടാതെ താഴ്ന്നു പറക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇനി എവിടെയാണ് ഈ മിസൈൽ ഉള്ളത് എന്നുള്ളതാണ് അമേരിക്കയും ഇസ്രായേലിനെയും ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം. മറ്റെല്ലാം തകർക്കുമ്പോഴും, അതായത് ഇറാന്റെ ഉള്ളിലെ പല തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. ഇപ്പോൾ 1000-ലധികം ആക്രമണങ്ങൾ ഇപ്പോൾ ഇറാനുള്ളിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തി. ഖാംനായിയെ വധിച്ചു, പല പ്രമുഖരായ നേതാക്കളെയും വധിച്ചു. പക്ഷേ അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഈ മിസൈൽ ശേഖരത്തെ അവർക്ക് തകർക്കാൻ കഴിയാത്തത്, തൊടാൻ സാധിക്കാത്തത്, അത് ഭൂഗർഭ അറകളിൽ വളരെ രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഭൂഗർഭ അറ എന്ന് പറയുന്നത് പല പ്രദേശങ്ങളിലാണിത്. ഇസ്ഫഹാൻ, അതേപോലെ തന്നെ തിബീസ് പോലെയൊക്കെയുള്ള വിവിധയിടങ്ങളിൽ വളരെ രഹസ്യമായി മലകൾ തുരന്ന് അതിനടിയിൽ ഒരു മിസൈൽ സിറ്റി തന്നെ ഉണ്ടാക്കി ആണ് ഇവർ ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇറാൻ പലപ്പോഴും അതിന്റെ വീഡിയോകൾ, ഉള്ളിൽ നിന്നുള്ള വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ അത് എവിടെയാണ് എന്ന് പല ആളുകൾക്കും അറിയില്ല. ഇറാനും അമേരിക്കയും ഇത് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ ഇന്റലിജൻസ് വിവരങ്ങൾ ഇസ്രായേൽ, മൊസാദിന്റെയൊക്കെ കൈവശമുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായി ആ സ്ഥലങ്ങൾ നോക്കി ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. പക്ഷേ മുകളിൽ ആക്രമണം നടത്തിയിട്ട് കാര്യമില്ല. അത് പ്രത്യേകിച്ചും നമ്മൾ നോക്കുകയാണെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണം ഇത് തടയാൻ, ഈ മേഖലകൾ കണ്ടെത്താൻ. പക്ഷേ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പോലും ചെന്നെത്തുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു ബങ്കർ തകർക്കുക എന്നൊക്കെ പറയുന്നത് ഏകദേശം 1 കിലോമീറ്ററിന്റെ ഒക്കെ ഉള്ളിൽ ആണ് ഇത് തകർക്കാൻ സാധിക്കുക എങ്കിൽ 1 കിലോമീറ്ററിന്റെയും താഴെ, 1.5 കിലോമീറ്ററും 2 കിലോമീറ്ററും ഒക്കെ താഴെ ഈ ഭൂമിയിലേക്ക് താഴോട്ട് തുരന്ന് ആണ് അവർ ഈ മിസൈലുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ അമേരിക്ക വിചാരിക്കുന്ന ഒരു സാധനം ഇതിന്റെ താഴോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരേ സ്ഥലത്ത് തന്നെ നിരവധി ബോംബറുകൾ, B-2 ബോംബറുകളൊക്കെ കൃത്യമായി അതിനെ താഴോട്ട് ഇടുക എന്നുള്ളതാണ്. അങ്ങനെ നടത്തിയിട്ടും ഈ മിസൈൽ സിറ്റി തകർക്കാൻ, അല്ലെങ്കിൽ അത് കണ്ടെത്തണം, അതിനുശേഷം അത് തകർക്കണം. ഈ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മിസൈൽ സിറ്റികൾ തകർക്കുക എന്നുള്ളതായിരിക്കും. ഒരുപക്ഷെ ഖാംനായിയെ വധിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് ഈ മിസൈൽ ശേഖരത്തെ തകർക്കുക എന്നുള്ളതാണ്. ഈ മിസൈൽ ശേഖരം തകർത്തു കഴിഞ്ഞാൽ ഇസ്രായേലിലേക്ക് ഇനി ഒരു മിസൈൽ വരില്ല, അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക്, ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഒരു മിസൈൽ വരില്ല എന്നൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആണവ ചർച്ച എന്ന് പറഞ്ഞ് 3 ഘട്ട ചർച്ചകൾ നടന്നപ്പോഴും ഈ മിസൈലുകൾ പൂർണ്ണമായും നശിപ്പിച്ച് കാണിക്കണം എന്ന് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷെ അത് അംഗീകരിക്കാൻ ഇറാൻ സന്നദ്ധരായിരുന്നില്ല. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ യുദ്ധവുമായി മുന്നോട്ട് വരുമ്പോഴും ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും എല്ലാവരും ഓരോ വാർത്താ സമ്മേളനത്തിലും ഈ മിസൈലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ എല്ലാം തകർക്കുകയാണ്, അതിലേറ്റവും പ്രധാനം നിങ്ങളുടെ മിസൈലായിരിക്കും എന്ന് ഇസ്രായേലും അമേരിക്കയും പറയുന്നുണ്ട് ഇറാനോട്. തീർച്ചയായും നമുക്ക് നോക്കാം, ഈ യുദ്ധം അങ്ങനെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഈ മിസൈൽ ശേഖരത്തെ തകർക്കാൻ, ഭൂഗർഭ അറകളിലുള്ള ഈ മിസൈൽ സിറ്റി തകർക്കാൻ അമേരിക്കക്കും ഇസ്രായേലും സാധിക്കുമോ? സാധിക്കുന്നുവെങ്കിൽ അത് ഇറാൻ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. അല്ല എങ്കിൽ നേതാക്കൾ മാത്രം വധിച്ചുകൊണ്ട് ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാനാണ് വഴിയെങ്കിൽ ഈ മിസൈലുകൾ വീണ്ടും അമേരിക്കയുടെ താവളങ്ങളെയും ഇസ്രായേലിന്റെ നഗരങ്ങളെയും വ്യാപിച്ചുകൊണ്ടേയിരിക്കും. ഇസ്രായേലും അമേരിക്കയും ഭയക്കുന്ന ഇറാന്റെ മിസൈൽ ശേഖരത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങളാണ് BK സുഹൈൽ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക്